പാർലമെന്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാവുമ്പോൾ ഏപ്രിൽ 4 വരെയായിരിക്കും പാർലമെന്റ് സമ്മേളിക്കുക. പ്രധാനപ്പെട്ട പല വിഷയങ്ങളുണ്ട്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ്, ദേശീയ വിദ്യാഭ്യാസ നയം, മണ്ഡല പുനർനിർണയം തുടങ്ങി അങ്ങനെ പല വിഷയങ്ങൾ പാർലമെന്റിന്റെ സഭകളെ പ്രക്ഷുബ്ധമാക്കും. വിവരങ്ങളുമായി ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ ചേരുന്നത്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഇനിയുള്ള ദിവസങ്ങൾ സംഘർഷഭരിതമായിരിക്കും, കാരണം അത്രയേറെ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ഡല പുനർനിർണയമൊക്കെ വലിയൊരു പ്രതിഷേധ വിഷയമായി തമിഴ്നാട്ടിലൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമ്മേളന കാലയളവിൽ സഭയ്ക്ക് മുന്നിലെത്താൻ പോകുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിനാണ് തുടക്കമാകുന്നത്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സമ്മേളനങ്ങളും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമാകാറുണ്ട്. ഇത്തവണയും അതിന് കുറവില്ല. കാരണം ഒന്നാം ഘട്ടത്തിന്റെ അവസാന ദിവസമാണ് വഖഫ് ഭേദഗതി ബിൽ സഭയിൽ വെച്ചത്. ഏതായാലും അത് അവതരിപ്പിച്ച് പാസ്സാക്കുക എന്ന് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. പ്രതിപക്ഷം കടുത്ത വിയോജിപ്പ് ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ JPC റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. 14 ഭേദഗതികൾ, പ്രത്യേകിച്ച് സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികളാണ്, ഭരണപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളാണ് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാം ഘട്ടത്തിന് ശേഷമാണ് തമിഴ്നാട്ടിൽ ഭാഷാ വിവാദം ചൂടുപിടിക്കുന്നത്. പ്രത്യേകിച്ച് BJPയും കേന്ദ്ര സർക്കാരും MK സ്റ്റാലിനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിനുശേഷം മണ്ഡല പുനർനിർണയം വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് DMK തന്നെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ്. MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം അവിടെ ചേരുകയും ഈ സർവകക്ഷി യോഗം പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പ്രധാനമായി ആവശ്യപ്പെടുന്നത് നിലവിലെ രീതിയിൽ മണ്ഡല പുനർനിർണയം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അതിന് കാരണം നിലവിലെ രീതിയിൽ നടത്തുകയാണെങ്കിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയും. നിലവിൽ 2026 വരെ മണ്ഡലങ്ങൾ വീണ്ടും ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ പുനർനിർണയം നടത്തുന്നത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 2026 വരെ. പക്ഷേ അത് സാഹചര്യം മാറുകയാണ്. അപ്പോൾ 2026 വീണ്ടും പുനർനിർണയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 71 കണക്കനുസരിച്ച് നടത്തണമെന്ന ആവശ്യമാണ് DMK അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത് നടത്തുകയാണെങ്കിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയും. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ബംഗാളിലും ഒഡീഷയിലും ഒപ്പം പഞ്ചാബിലും സമാനമായ സാഹചര്യം വരും. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിപ്പിച്ച് ഒരു പോരാട്ടത്തിനൊരുങ്ങുകയാണ് DMK. ആ വിഷയത്തിൽ കോൺഗ്രസ് പരസ്യമായി തന്നെ DMKയ്ക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമാനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം DMKയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇതിന് പുറമെ താരിഫ് വിഷയം, പ്രത്യേകിച്ച് തീരുവ അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരിക്കും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം, അതായത് തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായി എന്ന പ്രതികരണം വലിയ ബഹളത്തിനിടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം തീരുവ കുറയ്ക്കുകയാണെങ്കിൽ അത് കാർഷിക മേഖലയെ ബാധിക്കും. അപ്പോൾ ആ വിഷയവും സഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് തീരുമാനം. ഏതായാലും ആദ്യ ദിവസമായ ഇന്ന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം അത് സഭയെ അറിയിക്കും. മാത്രമല്ല, മണിപ്പൂരിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ബജറ്റും സഭയ്ക്ക് മുമ്പിൽ വെക്കാനുള്ള സാധ്യതയും ഇന്ന് നിലവിലുണ്ട്. ശ്രീജ. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും സ്വീകരിക്കേണ്ട സമീപനങ്ങളും ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി ഗ്രൂപ്പ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ തുടർ നീക്കങ്ങൾ തീരുമാനിക്കും. വൈകിട്ട് ചേരുന്ന യോഗത്തിൽ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുതിർന്ന പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കും.